എൻ്റെ ഒരു വാട്ടേജിൻ്റെ നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ രാവിലെ കഴിക്കുന്നത് അപ്പം മുട്ടക്കറി കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഈ ഒരു ബണ്ണ് കഴിച്ചു. അതിനുശേഷം ഇതും കഴിച്ചു. ഇതെനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു വെച്ചിട്ടുള്ളത് ചോക്കോ പൈ ആണ്. ചോക്കോ പൈ നല്ല ടേസ്റ്റ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. കാരണം അടുത്ത എനിക്ക് കഴിക്കാനുള്ളത് ബിരിയാണിയാണ്. ചിക്കൻ ഇത് വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ ബിരിയാണി. അപ്പുറത്തെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നതാട്ടോ. എനിക്കില്ലായിരുന്നു, അപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന്. ഇതിൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നത് ചിക്കനല്ല, വെളുത്തുള്ളിയാണ്. പിന്നെ നല്ല ചൂടുണ്ട് ചിക്കനും, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ബുക്കൊക്കെ തുറക്കുന്ന പ്രഹസനങ്ങൾ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു മാസ്ക് വെക്കാനും അതെൻ്റെ ബുക്കിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇടയ്ക്ക് മാസ്കിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ബുക്കിൽ വെക്കും, അതിങ്ങനെ ചുളുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നമുക്ക് വരുമല്ലോ ബുക്ക് തുറന്ന വിശപ്പ് എന്ന് പറഞ്ഞ മാതിരി. ഞാൻ ഇതെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ ഒരു മാസ്ക് കണ്ടു കേട്ടോ. ഈ താത്താൻ്റെ കുട്ടി വെച്ചതാട്ടത്. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവും? എൻ്റെ വീട്ടിൽ ഈ പെയിൻറ്റ് ബക്കറ്റൊന്നും വെറുതെ കളയില്ല കേട്ടോ, ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കാൻ. അതിന് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയൊരു ഐറ്റം ഞാൻ കണ്ട് ഡാർക്ക് ഫാൻറ്റസി എടുത്ത് പോകുന്നു. അപ്പുറത്ത് മുറുക്കുണ്ടെങ്കിലും എൻ്റെ പല്ലിനത് നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ, എനിക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടുകൊണ്ട് നല്ലതല്ല തോന്നിയപ്പോൾ ഞാൻ എന്തൊക്കെ ഡാർക്ക് ഫാൻറ്റസി എടുത്ത് പോകുന്നു. നമുക്ക് ഈ പഠിക്കുന്നതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാൻ കിട്ടിയ നല്ല ടേസ്റ്റ് അല്ലേ. ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ കുറിക്കാൻ കിട്ടുക എന്നാട്ടോ പറയുക. പിന്നെ ഇത് നിറച്ച് വെള്ളവും ഉണ്ടാവും കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പഠിത്തത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി ഞാൻ അങ്ങനെ പൊതുവേ കഴിക്കാത്ത ആളാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് അയച്ചു തന്നാട്ടോ എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നു. കുറേ ഉണ്ട്, പക്ഷേ ഞാൻ ഇത് മാത്രം അൺബോക്സ് ചെയ്യുന്ന ഇതിൽ കാണിച്ചു തന്നുള്ളൂ. ഇതിലിങ്ങനെ 3 ട്രേ ആയിട്ടാട്ടോ വരുന്നത്. പിന്നെ ബാക്കി ചോക്ലേറ്റും ഇതിൻ്റെ റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യും കേട്ടോ.